ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ലാഡർ. ഞാൻ ലിൻഡോജോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബേസിക് ലെവലിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്ന, ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എൻ്റെ വകയുള്ള ഗ്യാരണ്ടി ഇതാണ്: നിങ്ങൾ കുറേ പേര് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഇന്ന് തുടങ്ങി ഇംഗ്ലീഷിൽ സംസാരിച്ച് തുടങ്ങും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡെയിലി ലൈഫിൽ നിരന്തരം പറയുന്ന കുറച്ച് സെൻറ്റൻസുകളാണ്: ഞാനൊന്ന് ഉറങ്ങട്ടെ, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, ഞാൻ പോകട്ടെ, അവൻ പാടിക്കോട്ടെ, അവൻ സംസാരിക്കട്ടെ, അവൾ പറയട്ടെ എന്നൊക്കെ. അപ്പം ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് പറ്റുക? ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കഴിയുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിൽ സംസാരിച്ച് തുടങ്ങും. അപ്പോൾ നമ്മളിനി അധികം സംസാരിച്ച് സമയം കളയേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഡെയിലി ലൈഫിൽ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന വാക്കുകളാണ്: ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് ചിന്തിക്കട്ടെ, ഞാനൊന്ന് സംസാരിക്കട്ടെ, ഞാനൊന്ന് പോകട്ടെ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കട്ടെ, അവർ കളിച്ചോട്ടെ, അവർ പറഞ്ഞോട്ടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുക? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിച്ച് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിൽ മനോഹരമായിട്ട് സംസാരിക്കാൻ പറ്റും. ഏതാണെന്നല്ലേ ആ വാക്ക്? ആ വാക്കാണ് ലെറ്റ്. ഓക്കെ, LET, ലെറ്റ്. ലെറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പെർമിഷൻസ് മുഴുവൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് അനായാസം സംസാരിക്കാനായിട്ട് സാധിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ പോകട്ടെ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ലെറ്റ് മീ ഗോ. ഓക്കെ, ലെറ്റ് മീ ഗോ. ഞാൻ ഉറങ്ങട്ടെ, ലെറ്റ് മീ സ്ലീപ്പ്. ഞാൻ റെസ്റ്റ് എടുക്കട്ടെ, ലെറ്റ് മീ ടേക്ക് റെസ്റ്റ്. ഞാൻ ചിന്തിക്കട്ടെ, ലെറ്റ് മീ തിങ്ക്. ഞാനൊന്ന് നോക്കട്ടെ, ലെറ്റ് മീ സീ. ഞാനൊന്ന് പാടട്ടെ, ലെറ്റ് മീ സിങ്. ഓക്കെ, അപ്പോൾ ലെറ്റ് പ്ലസ് മീ പ്ലസ് ആൻ ആക്ഷൻ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഞാൻ ചെയ്യട്ടെ, പറയട്ടെ എന്നൊക്കെ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ലെറ്റ് മീ തിങ്ക്. ഇനി നമുക്ക് റെസ്റ്റ് എടുക്കാം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഓക്കെ, ലെറ്റ്സ് ടേക്ക് റെസ്റ്റ്. നമുക്ക് ഉറങ്ങാം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ലെറ്റ് us സ്ലീപ്പ്. നമുക്ക് പോകാം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ലെറ്റ് us ഗോ. നമുക്ക് പാടാം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ലെറ്റ് us സിങ്. നമുക്ക് പ്രാർത്ഥിക്കാം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ലെറ്റ് us പ്രേ. അപ്പോൾ ലെറ്റ് പ്ലസ് അസ് പ്ലസ് ആക്ഷൻ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം, നമുക്ക് പാടാം, നമുക്ക് ഉറങ്ങാം എന്നൊക്കെ ആയിട്ട് അത് മാറും. ഓക്കെ, ഇനി അവൻ പറയട്ടെ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ലെറ്റ് ഹിം സ്പീക്ക്. അവൻ ചിന്തിക്കട്ടെ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ലെറ്റ് ഹിം തിങ്ക്. അവൻ പോകട്ടെ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ലെറ്റ് ഹിം ഗോ. അവൻ പാടട്ടെ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ലെറ്റ് ഹിം സിങ്. അവൻ സ്നേഹിച്ചോട്ടെ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ലെറ്റ് ഹിം ലവ്. അപ്പോൾ അവൻ ചെയ്തോട്ടെ, അവൻ പോയിക്കോട്ടെ എന്നൊക്കെ പറയാൻ വളരെ സിമ്പിളാണ്. ലെറ്റ് പ്ലസ് ഹിം പ്ലസ് ആൻ ആക്ഷൻ വേർഡ് മാത്രം ഉപയോഗിച്ചാൽ മതി. വളരെ മനോഹരമായിട്ട് നമുക്ക് അത്തരം സെന്റൻസുകൾ പറയാനായിട്ട് സാധിക്കും. ഇനി അവൾ പറയട്ടെ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ലെറ്റ് ഹർ സ്പീക്ക്. ഓക്കെ, ലെറ്റ് ഹർ ടെൽ. ഓക്കെ, ഇനി അവൾ പോകട്ടെ, ലെറ്റ് ഹർ ഗോ. ഇനി അവൾ ചിന്തിക്കട്ടെ, ലെറ്റ് ഹർ തിങ്ക്. അവൾ ഡാൻസ് കളിച്ചോട്ടെ, ലെറ്റ് ഹർ ഡാൻസ്. അവൾ പ്രാർത്ഥിച്ചോട്ടെ, ലെറ്റ് ഹർ പ്രേ. അല്ലെങ്കിൽ അവൾ ഉറങ്ങിക്കോട്ടെ, ലെറ്റ് ഹർ സ്ലീപ്പ്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങൾ എങ്ങനെയാ പറയാ? ലെറ്റ് പ്ലസ് ഹെർ പ്ലസ് ആൻ ആക്ഷൻ വേർഡ് എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് പറയാൻ പറ്റും. വളരെ സിമ്പിളാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. നമ്മളതൊന്ന് മനസ്സിലാക്കി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി അവർ കളിച്ചോട്ടെ അല്ലെങ്കിൽ അവർ പാടിക്കോട്ടെ എന്നെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാം? ലെറ്റ് ദം പ്ലേ. അല്ലെങ്കിൽ ലെറ്റ് ദം സിങ്. അവർ പ്രാർത്ഥിച്ചോട്ടെ, ലെറ്റ് ദം പ്രേ. അവർ റെസ്റ്റ് എടുത്തോട്ടെ, ലെറ്റ് ദം ടേക്ക് റെസ്റ്റ്. അവരത് കണ്ടോട്ടെ, ലെറ്റ് ദം സീ. അവർ ആ സിനിമ കണ്ടോട്ടെ, ലെറ്റ് ദം വാച്ച് ദാറ്റ് ഫിലിം. അപ്പോൾ അവരത് കണ്ടോട്ടെ, അവരത് ചെയ്തോട്ടെ എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക? ലെറ്റ് പ്ലസ് ദം പ്ലസ് ആൻ ആക്ഷൻ വേർഡ്. ഓക്കെ, അപ്പൊ ഞാനത് ചെയ്തോട്ടെ എന്ന് പറയാനായിട്ട് ലെറ്റ് പ്ലസ് മീ, ലെറ്റ് മീ. നമുക്കത് ചെയ്യാം എന്ന് പറയാനായിട്ട് ലെറ്റ് പ്ലസ് അസ്. അവരത് ചെയ്തോട്ടെ എന്ന് പറയാനായിട്ട് ലെറ്റ് പ്ലസ് ദം. അവനത് ചെയ്തോട്ടെ എന്ന് പറയാനായിട്ട് ലെറ്റ് പ്ലസ് ഹിം. അതിന് അവൾ അത് ചെയ്തോട്ടെ എന്ന് പറയാനായിട്ട് ലെറ്റ് പ്ലസ് ഹർ. ഓക്കെ, അപ്പോൾ ലെറ്റ് ഹിം ഗോ, ലെറ്റ് ഹർ ഗോ, ലെറ്റ് us ഗോ, ലെറ്റ് them ഗോ ആൻഡ് ലെറ്റ് മീ ഗോ. ഓക്കെ, വളരെ സിമ്പിളാണ്. നമ്മളിതൊന്ന് നേരെ ചൊവ്വേ ഉപയോഗിച്ച് തുടങ്ങുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്ന് തുടങ്ങി വീട്ടിലിരിക്കുമ്പോൾ, കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നിയാൽ ഇംഗ്ലീഷിൽ വളരെ മനോഹരമായിട്ട് ചോദിച്ചേക്കണം: ലെറ്റ് മീ ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. നിങ്ങൾക്ക് ഉറങ്ങണമെന്ന് തോന്നാണ്,
നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഇംഗ്ലീഷിൽ പറയാം ലെറ്റ് മീ ഗോ ആൻഡ് സ്ലീപ്പ്. നിങ്ങൾക്ക് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നാണ്, അപ്പൊ നിങ്ങൾക്ക് പറയാം ലെറ്റ് മീ സ്പീക്ക്. അപ്പൊ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം കിട്ടി ഇനി ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. എവിടെയൊക്കെ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ ചാൻസ് കിട്ടും അവിടെയെല്ലാം നേരെ ചൊവ്വേ ഇംഗ്ലീഷ് ഉപയോഗിച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഒരു പ്രാവശ്യം കണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കരുത്. നിങ്ങൾ ഇതിന്റെ നോട്ട്സുകൾ എഴുതിയെടുക്കണം. പല ആവർത്തി ഈ വീഡിയോ കാണണം. നമ്മൾ ഒത്തിരി ആവർത്തി കണ്ടാലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിരിക്കുള്ളൂ. അപ്പൊ നന്നായിട്ട് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുക. ഇതിനുവേണ്ടി ഒത്തിരി സമയം മാറ്റിവെക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, it's bye from Linton.